ഈ നദീതൻ പുളീനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു പൂമ്പൂട തുമ്പിലെ കസവെടുത്ത് പൂക്കൈത കന്യകമാ മുടിയിൽ വെച്ചു. അച്ഛന്മാരെ, ഞാനും മായമോളും കൂടിയിട്ട് തൃശ്ശൂര് വടക്കേ ബസ് സ്റ്റാൻഡിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാൻ വന്നേക്കണേ കേട്ടോ. ദിവ്യയ്ക്ക് ഇന്ന് PSC ടെസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ താപ്പിൽ ഞങ്ങൾ ഇവിടെ വന്നതാണ് കേട്ടോ. അവിടെ ഹോട്ടലിൽ വന്ന വശം തന്നെ കണ്ട കാഴ്ചയാണ്. ഒരു ചേട്ടൻ ഹോട്ടലിന് നേരെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് യാചിക്കാണ് കേട്ടോ. കുറെ ആൾക്കാരുടെ അടുത്ത് അദ്ദേഹം കൈ നീട്ടുന്നുണ്ട്. പക്ഷെ ഭക്ഷണം കഴിച്ചു വരുന്ന ഒരാൾക്കാരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ പുള്ളിക്കാർ. എന്തിനാണ് നമ്മളെല്ലാരും ഓടുന്നത്? ഫുഡ് മാത്രല്ല, നമുക്ക് ഭവനം അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങള് അല്ലെ, എല്ലാം സാധനങ്ങള് എല്ലാം എന്താ പറയാ നല്ല രീതിയിൽ മേടിക്കണം, സുഖമായിട്ട് ജീവിക്കണം അല്ലെ. അതിനല്ലേ ഈ കിടന്ന് ഓടണേ അല്ലെ. അവിടെ കുറെ ആൾക്കാരെ വെട്ടിക്കണു, ചതിക്കണു, പറ്റിക്കണു അല്ലെ. അപ്പോ ഇന്നത്തെ കാലത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ വലിയ ഉപകാരം. എന്താ ചേട്ടന് ചെയ്യേണ്ടത്? നമുക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ഫുഡ് മേടിച്ചു കൊടുക്കാട്ടോ. ഇതിപ്പോ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം കുറെ മച്ചമാരും മച്ചാത്തിമാരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടാ. പുള്ളിക്കാരൻ എല്ലാവരുടെ മുന്നിലും കൈ നീട്ടുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും കണ്ട ഭാവം വെക്കുന്നില്ല കേട്ടോ. എങ്ങനെയുള്ള ആളായിക്കോട്ടെ, പക്ഷെ ഒരു ഭക്ഷണം കഴിച്ചു വരുമ്പോ ഒരു വ്യക്തി ഹോട്ടലിന്റെ മുന്നിൽ ഇരുന്ന് കൈ നീട്ടി വിളിക്കാന്ന് പറഞ്ഞാൽ ഏതൊരാളുടെ മനസ്സ് അലിയോ അല്ലെ. അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിലും എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ മേടിച്ചു കൊടുക്കാനുള്ള മനസ്സെങ്കിലും ഇവർക്കൊക്കെ ഒന്ന് കാട്ടിക്കൂടെ? ചില ആൾക്കാരുണ്ട് വെറുതെ ഭിക്ഷ യാചിക്കുന്നത്, വൈകിട്ട് പോയിട്ട് ബ്യൂറേജിൽ പോയിട്ട് സാധനം മേടിച്ചടിക്കുന്നവരുണ്ട്. ഞാൻ ഇത്രേ പറയണുള്ളൂ, നമ്മള് പൈസയായിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഫുഡോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടാ. എന്താ ഞാൻ ചോദിക്കട്ടെ ആളുടെ അടുത്ത്, ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ, അല്ലെങ്കിൽ ഞാൻ നല്ല ജ്യൂസോ കാര്യങ്ങളോ മേടിച്ചു തരട്ടെ. അങ്ങനെ നേരെ ആ മച്ചാന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഭക്ഷണം മേടിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ചോറോ ബിരിയാണിയോ. അദ്ദേഹം പറഞ്ഞു വിശക്കണില്ല, എനിക്ക് ദാഹിക്കുന്നുണ്ട്, കരിക്കും വെള്ളം കിട്ടും അവിടെ, അത് മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് അത് മേടിച്ചു കൊടുത്തു. കുറെ സ്നേഹപ്രകടനം നടത്തിയിട്ട് അദ്ദേഹം അവിടെ നിന്നിരുന്ന ചേട്ടന്മാര് പറഞ്ഞു നിനക്ക് നന്മയുണ്ടാവട്ടെ, അതും ആ ചേട്ടന് കിട്ടട്ടെ എന്ന് പറഞ്ഞു മടങ്ങിയിട്ടാ ഞാൻ കൊടുത്തു. സന്തോഷായി. അപ്പൊ എല്ലാവരും പറ്റണ രീതിയിലല്ലേ, പൈസയായിട്ട് കൊടുക്കണം എന്നില്ല അല്ലെ. ഭക്ഷണമായിട്ടോ കുടിക്കാൻ വെള്ളമോ ജ്യൂസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. ഹാപ്പി അല്ലേ? ഹാപ്പി.